ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് PSCക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രാത്രിയാണ് പഠിക്കാൻ പറ്റുള്ളൂ. അതും രാത്രി 9 മണിക്ക് ശേഷമാണ് ഞാൻ പഠിക്കാൻ ഇരിക്കുന്നത് തന്നെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവന് 8 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവനെയും വെച്ച് നമുക്ക് പകൽ സമയം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നോക്കാൻ ആളുണ്ടെങ്കിലും നമുക്ക് അവർക്ക് വിട്ടുകൊടുത്തിട്ട് അങ്ങനെ അവിടെ പഠിക്കാതിരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിയതിന് ശേഷം രാത്രി 9 മണിക്ക് ശേഷമാണ് പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു 3-4 മണിക്കൂർ ആണ് കിട്ടുള്ളൂ. കൃത്യമായി നമ്മളത് ശ്രദ്ധയോട് കൂടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ്. നല്ല ഒരു ഏത് സമയമായാലും ഇപ്പം നമ്മൾ 10 മണിക്കൂർ പഠിച്ചാലും അതുപോലെ 4 മണിക്കൂർ പഠിച്ചാലും 5 മണിക്കൂർ പഠിച്ചാലും എത്ര സമയം എടുത്ത് പഠിച്ചാലും നമുക്ക് കൃത്യമായ ഒരു വിശ്വാസം, ഒരു ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ നമുക്കത് പഠിച്ചെടുക്കാം, നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ വഴിക്ക് വിവാഹം കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് 1 വർഷമൊക്കെ കഴിഞ്ഞ ശേഷമാണ് BEd എടുത്തത്. അതിന് ശേഷം മോളായി. പിന്നെ മോളെ നോക്കലും ഒക്കെ അത് കഴിഞ്ഞ് അവളെ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരു 6-7 വർഷം അവിടെ പഠിപ്പിച്ചു. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ PSC എഴുതിയത്. അതുവരെ PSCക്ക് എഴുതണം എന്നുള്ളൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞ് കേട്ടിട്ടാണ് PSC എഴുതണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ്, അല്ലേ? അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നു അതിൻ്റെ ഇടയിൽ. എന്നിട്ടാണ് നമ്മൾ PSC എഴുതാൻ നോക്കുന്നത്. ആ സമയത്ത് കൊറോണ വന്നു. അങ്ങനെ ആ സമയത്ത് വീട്ടിലിരുന്ന് കുറച്ച് പഠിക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്ര സമയമാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ഏത് സമയത്താണോ. ചിലർക്ക് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കാവുന്നതായിരിക്കും, ചിലർക്ക് രാത്രിയായിരിക്കും കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുക. അപ്പോൾ ആ ഇരിക്കുന്ന സമയം നമ്മൾ പരമാവധി ഫോണൊക്കെ മാറ്റി വെച്ച് പരമാവധി മുതലാക്കുക തന്നെ ചെയ്യുക, അല്ലേ? അപ്പോൾ അത്രയും നമ്മൾ എടുക്കുന്ന സമയം അത്രയും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ഉപകാരമായി പെടുന്നുണ്ട്. അപ്പം പിന്നെ പിറ്റേ ദിവസം നമ്മളത് വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. ഇന്ന് പഠിച്ച കാര്യം തന്നെ നാളെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തറവായിട്ട് അത് പഠിഞ്ഞു കഴിയും. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പണികൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫോണിൽ ഇയർഫോണൊക്കെ വെച്ചിട്ട് ഫോണിൽ വീഡിയോ കേൾക്കാനും അതുപോലെ കാണുകയൊക്കെ ചെയ്യാനല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പം ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്നു. മോനെ ഉറക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, വീഡിയോ ക്ലാസ്സുകൾ വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ കേട്ട് അത് പഠിച്ചെടുക്കും, അല്ലേ? പിന്നെ രാത്രി മോന് ഉറങ്ങിയതിന് ശേഷമാണ് നമുക്ക് ബുക്ക് എടുത്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നുള്ളൂ. അതുപോലെ പറയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നാളെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് കാണാതെ എഴുതി നോക്കുക. അത് നമുക്ക് ഫുള്ള് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്, അതൊക്കെ ഒന്ന് നോട്ട്ബുക്കിലൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പഠിക്കാൻ അനുകൂലമായ സാഹചര്യം ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മൾ ആരും കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് രാത്രി നമ്മുടെ ഉറക്കമൊക്കെ കുറച്ച് പോയി എന്നൊക്കെ വരും, അല്ലേ? ഉറങ്ങാതെ നമ്മൾ എന്താ പറയുക, രാത്രിയെ പകലാക്കിയിട്ട് നമ്മൾ പഠിച്ചാൽ തന്നെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരോടും പറയേണ്ട, നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് പഠിക്കുക. ഞാനിപ്പോൾ വീഡിയോ ഫോണിൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഫോൺ നോക്കിയിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ അത് നന്നായി പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ഏത് എക്സാമാണ് എഴുതുന്നത് അതിൻ്റെ സിലബസ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കയ്യിലുണ്ടായിരിക്കണം. സിലബസിൻ്റെ ഒരു കോപ്പി എന്തായാലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിൽ വെച്ചിട്ട് ദിവസവും ഓരോ സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ടൈം ടേബിൾ പ്രകാരം പഠിച്ച് തീർക്കുക. പോയിൻറ്റ്സുകളെല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ദിവസവും നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ദിവസവും ഒരു എക്സാം നമ്മൾ എഴുതി നോക്കുക.
കൃത്യമായ സമയമൊക്കെ വെച്ചിട്ട് എഴുതി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മളിൽ വരുന്ന മാറ്റം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും എഴുതി വരുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് കൂടി കൂടി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് ഭാഗത്താണോ നമുക്ക് മാർക്ക് കുറയുന്നത് ആ ഭാഗം നമുക്കറിയാം. ഇപ്പോൾ മാത്സിലാണോ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി, അല്ലെങ്കിൽ ജോഗ്രഫി, അങ്ങനെ ഏത് ഭാഗമാണ് നമുക്ക് മാർക്ക് കുറയുക. ഇംഗ്ലീഷ്, എനിക്ക് കൂടുതലൊക്കെ ഇംഗ്ലീഷിലൊക്കെയാണ് മാർക്ക് പോകുന്നത്. അപ്പോൾ ഏത് ഭാഗത്താണോ മാർക്ക് കുറയുന്നത് അത് നമുക്ക് കൂടുതൽ ശ്രദ്ധയായിട്ട് പഠിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.